ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഗാലറി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ നിർമ്മിക്കാം ഒരു വീഡിയോനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായ സാധനം ബ്രെഡ് ബോർഡാണ്. നമുക്കാണെങ്കിൽ ഇത് PC വേണമെങ്കിൽ ചെയ്യാം. പിന്നെ വേണ്ടത് 2 ട്രാൻസിസ്റ്ററും ഇതിനാവശ്യമാണ്. 2 ട്രാൻസിസ്റ്ററും ഇതിന് വേണം. BC 547 ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. BC 547 എന്ന് പറയുന്നൊരു ട്രാൻസിസ്റ്റർ ഇതിൽ വേണം. BC 548 ആയാലും പ്രശ്നമില്ല. പിന്നെ ഒരു LED ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബ്ലിങ്കിങ് ടൈപ്പ് LED ആണ്. പിന്നെ വേണ്ടത് 1 കിലോ ഓമിൻ്റെ റെസിസ്റ്ററും ആവശ്യമാണ്. എണ്ണം മതി, കിലോ ഓമിൻ്റെ റെസിസ്റ്റർ. പിന്നെ ബസർ ആവശ്യമാണ്. ബസർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം നിറയാനായി തരുമ്പോൾ ഇത് അലേർട്ട് ആവണം. അപ്പോൾ നമുക്കറിയാം വെള്ളം നിറയാനായി എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ബസർ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ജമ്പർ കേബിൾസും പിന്നെ കുറച്ച് ഓർഡിനറി കേബിൾസും നമുക്ക് ആവശ്യമാണ്. ജമ്പർ കേബിൾസും കുറച്ച് ഓർഡിനറി കേബിൾസും പിന്നെ 9 വോൾട്ട് ബാറ്ററിയും പിന്നെ അതിൻ്റെ ക്ലിപ്പും നമുക്ക് വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന ഭാഗത്തിലേക്ക് കിടക്കാം. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ കാലം ഏതാണ്, രണ്ടാമത്തെ കാലം എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിൻ്റെ കോഡ് എഴുതിയിരിക്കുന്ന ഭാഗം നമ്മുടെ മുഖത്തേക്ക് കാണുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ഇവിടെയാണ് ഇതിൻ്റെ കോഡ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1 എന്ന എണ്ണം നോക്കുക. 1 2 3. അപ്പോൾ ഒന്നാമത്തെ കാലം ഇത്, രണ്ടാമത്തെ കാലം ഇത്, മൂന്നാമത്തെ കാലം ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കാലുകൾ എണ്ണേണ്ടത്. ആദ്യം ട്രാൻസിസ്റ്ററിനെ ഈ കാണുന്ന രീതിയിൽ ബ്രെഡ് ബോർഡിൽ വെക്കേണ്ടതാണ്. ഇതിൻ്റെ കോഡ് നമ്മുടെ മുഖത്തേക്ക് തട്ടുന്ന രീതിയിൽ ഈ രീതിയിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ കാലിലേക്ക് LED പോസിറ്റീവ് ലീഡ് കണക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ട്രാൻസിസ്റ്ററിൻ്റെ തന്നെ ഒന്നാമത്തെ കാലിലേക്ക് പോസിറ്റീവ് റെയിൽ നിന്ന് 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യുക. ഈ കാണുന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാലിലേക്ക് റെസിസ്റ്ററും രണ്ടാമത്തെ കാലിലേക്ക് എന്തും കൊടുക്കണം. മൂന്നാമത്തെ കാലിലേക്ക് LED പോസിറ്റീവ് ലഘുമാണ് കൊടുക്കേണ്ടത്. അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ഇതേപോലെ തന്നെ ബസറാണ് നോക്കുന്നത്. അപ്പോൾ അതിന് റെസിസ്റ്റർ ആവശ്യമില്ല. ഇത് 3 വോൾട്ട് മുതൽ 27 വോൾട്ട് വരെ പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ബസറാണ്. ഈ ബസറിൻ്റെ പോസിറ്റീവ് ഇതിൻ്റെ മൂന്നാമത്തെ കാലിലേക്കും ബ്ലാക്ക് ലീഡ് പോസിറ്റീവ് റെയിലായ ഈ ഭാഗത്തും കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ചെറിയ ജമ്പർ കേബിൾ എടുത്ത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ കാലിൽ നിന്ന് പോസിറ്റീവ് റെയിലിലേക്ക് ഒരു ജമ്പർ കണക്ട് ചെയ്യുക. ഈ കാണുന്ന രീതിയിൽ. ഓക്കെ, ഈ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാലിൽ നിന്ന് പോസിറ്റീവ് റെയിലിലേക്ക് ഇതിൻ്റെ പോസിറ്റീവ് ബസറിൻ്റെ പോസിറ്റീവ് മൂന്നാമത്തെ കാലിലേക്ക്, ബ്ലാക്ക് ലീഡ് നെഗറ്റീവ് റെയിലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഒരു ജമ്പർ എടുക്കുക. എന്നിട്ട് LED മൈനസിൽ നിന്ന് ബസറിൻ്റെ മൈനസ്, അതായത് നെഗറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്യുക. കുറച്ച് നീളം കൂടി ഒരു ജമ്പർ എടുത്ത് ഈ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യേണ്ടതല്ല, കുറച്ച് നീളം കൂടി വയർ എടുക്കുക. എന്നിട്ട് പോസിറ്റീവ് റെയിലിൽ നിന്ന് അതിനെ പുറത്തേക്ക് വിടുക. ഈ കാണുന്ന രീതിയിൽ തന്നെ. ഓക്കെ, ഈ കാണുന്ന രീതിയിൽ. ഇനി 2 നീളം കൂടിയ വയർ എടുക്കുക. ഇത് വേറൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ 2 ചെറിയ വയർ തമ്മിൽ കണക്ട് ചെയ്തതിന് നീളം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്തത്, വേറൊന്നുമല്ല. അത് ഓരോ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ കാലിലേക്ക് കണക്ട് ചെയ്ത് പുറത്തേക്ക് വിടുക. പുറത്തേക്ക്
രണ്ടാമത്തെ കാലിൽ നിന്ന്, മറ്റേ ട്രാൻസിസ്റ്ററിൻ്റെയും രണ്ടാമത്തെ കാലിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സപ്ലൈ വെക്കാം. സപ്ലൈ ഞാനിപ്പോൾ ഒരു എടുത്തിരിക്കുന്നത് 9 വോൾട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ക്ലിപ്പ് കണക്ട് ചെയ്തു. 9 വോൾട്ട് ബാറ്ററി എടുത്ത് പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് പോസിറ്റീവ് റെയിലിൽ നമ്മൾ എടുത്ത വയറ് അത് ഈ വെള്ളത്തിൻ്റെ ടാങ്കിൽ ചെറിയ ഗ്ലാസ്സിന് അടിയിലേക്ക് വെക്കുക. എന്നിട്ട് LED നമ്മുടെ ഹാഫിലേക്കും ടാങ്കിൻ്റെ ഹാഫിലേക്കും ഈ ബസറിൻ്റെ വയറ് മുക്കാ ഭാഗത്തിലേക്കും അല്ലെങ്കിൽ നിറയാൻ ആവുന്ന ഭാഗത്തേക്കും വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പ്ലസിൽ നിന്ന് വരുന്ന വയറ് നേരെ താഴേക്കും, പിന്നെ ബാക്കി ഹാഫ് പിന്നെ ഫുള്ളാകാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒന്ന് വെള്ളം നോക്കാം. നമുക്ക് ഹാഫായിട്ട് വരുമ്പോൾ കണ്ടില്ലേ ബ്ലിങ്കിങ് ബൾബ് കത്തുന്നത്. പിന്നെ ഫുള്ളാവാനായിട്ട് നോക്കിക്കോളൂ. ഇതാണ് നമ്മളെ പ്രൊജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ ബ്ലിങ്കിങ് ബൾബ് എടുത്തതെന്ന്. ഫുള്ളാവാനായിട്ട് എണ്ണുമ്പോൾ ഈ ബ്ലിങ്കിങ് ബൾബിനനുസരിച്ചാണ് ഈ ബസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സോങ് ആയിട്ടായിരിക്കും നമുക്കിത് ലഭിക്കുക. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രവർത്തനം. ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.